മാം, ഈ IVF ട്രീറ്റ്മെന്റ് ഒരു 100% സക്സസ് ഒരിക്കലും പറയാറില്ല. സോ ചില ഫെയിലിയേഴ്സ് നടക്കാറുണ്ട്. സോ അതിന്റെ റീസൺ ഒന്ന് പറഞ്ഞുതരാമോ? IVF എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് ആണ്. പക്ഷേ ഇതിൽ നമ്മൾ ഒരിക്കലും 100% സക്സസ് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഫെയിലിയർ ആവാനുള്ള പല കാരണങ്ങളും ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എഗ് ക്വാളിറ്റി, അതുപോലെ തന്നെ സ്പേം ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ എംബ്രിയോ ഫോർമേഷൻ വരുമ്പോൾ എംബ്രിയോ ക്വാളിറ്റിയും അതിൽ നഷ്ടപ്പെടുകയോ ചെയ്യുന്നത്. പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രൈൻ ഇഷ്യൂസ്, യൂട്രസിൻ്റെ അകത്തുള്ള ഇഷ്യൂസ് കാരണം അതുകൊണ്ട് തന്നെ ഇംപ്ലാന്റേഷൻ പ്രോബ്ലം വരുന്നുണ്ട്. ഇതുകൂടാതെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്, അതായത് സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഇതെല്ലാം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളത് ജെനറ്റിക് കോസാണ്. അത് നമുക്ക് അൺനോൺ ഫാക്ടേഴ്സ് ആവാം. ഓക്കെ. പിന്നെ അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ റീസൺ എല്ലാം കാരണം IVF ഫെയിൽ ആവുന്നുണ്ട്. പക്ഷേ ഒരു IVF ഫെയിലായെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബോഡി ഫെയിൽ ആവുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തൊരു IVF പ്ലാൻ ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഹോപ്പ് കളയാതെ നമ്മൾ അത് IVF പേഴ്സണലൈസ്ഡ് ആയിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്.